ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിവിഷൻ സീരീസിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ജോഗ്രഫിയുടെ 100 ക്വസ്റ്റ്യൻസിനകത്ത് 100 ഷുവർ ഷോർട്സിൽ 50 ഷുവർ ഷോർട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് ഇത് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പം നോക്കാം. ദ വേർഡ് സുനാമി ഈസ് ഒറിജിനേറ്റഡ് ഫ്രം. സുനാമി എന്ന വേർഡ് ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? ജാപ്പനീസ് വേർഡാണ് സുനാമി. ഓക്കെ, വിച്ച് റിവർ ക്രോസസ് ദ ഇക്വേറ്റർ ട്വൈസ്. ഇക്വേറ്ററിനെ 2 തവണ ക്രോസ് ചെയ്യുന്ന റിവർ. ഇക്വേറ്റർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഇങ്ങനെയും ഇങ്ങനെയും, ഒരു സ്ഥലത്തല്ല കേട്ടോ, ഏതെങ്കിലും ഭാഗത്ത് 2 തവണ ഒരേ റിവർ ക്രോസ് ചെയ്യുന്നുണ്ട്. അത് ഏത് റിവറാണ്? കോങ്കോ റിവറാണ് ഇക്വേറ്ററിനെ 2 തവണ ക്രോസ് ചെയ്യുന്നത്. വിച്ച് പാസ് കണക്ട്സ് ശ്രീനഗർ ആൻഡ് ലേ ആൻഡ് ശ്രീനഗർ. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസ് ഏതാണ്? സോജി ലാ ആണ് ശ്രീനഗറിനെയും ലേനെയും കണക്ട് ചെയ്യുന്ന പാസ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീക്ക് കൊടുമുടി ഏതാണ്? K2 ആണ്, ഗോഡ്വിൻ ഓസ്റ്റിൻ. K2 ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക്. ദ കാവേരി ഡിസ്പ്യൂട്ട് ഈസ് ബിറ്റ്വീൻ. കാവേരി ഡിസ്പ്യൂട്ട് ആരൊക്കെ തമ്മിലുള്ളതാണ്? കർണാടക ആൻഡ് തമിഴ്നാട്. കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള തർക്കമാണ് കാവേരി തർക്കം. ഓക്കെ, കാവേരി നദിക്കായിട്ടുള്ള, കാവേരി നദിയിലുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം തമിഴ്നാടും കർണാടകയും തമ്മിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് 5 കാര്യങ്ങൾ. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. വേർ വാസ് ദ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സെറ്റപ്പ് നടത്തിയത് എവിടെയാണ്? താരാപൂർ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്തത് താരാപൂരിലാണ്. ലാർജസ്റ്റ് ബോക്സൈറ്റ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോക്സൈറ്റ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്. ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഇൻ വിച്ച് ഡസ് റിവർ ഗോദാവരി ഒറിജിനേറ്റ്. ഗോദാവരി റിവർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം ബ്രഹ്മഗിരി ഹിൽസ് ആണ്. ഓക്കെ, ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി ഈസ്. ഇന്ത്യൻ ടെറിട്ടറിയുടെ ഏറ്റവും സൗത്തിലുള്ള ടിപ്പ് ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. ഓക്കെ, സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി ഏതാണ്? ഇന്ദിര പോയിന്റ്. വിച്ച് ലെയർ ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഓസോൺ ലെയർ. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഓസോൺ ലെയർ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. എർത്തിന് കുറച്ചധികം ലെയേഴ്സ് ഉണ്ട് അല്ലെ, സ്ട്രാറ്റോസ്ഫിയർ, ലിത്തോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത്? ഓസോൺ ലെയർ ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ 10 കാര്യങ്ങൾ നോക്കി. അപ്പൊ അതെല്ലാം മനസ്സിലായി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. Which plateau is known as the mineral heartland of India? ഇന്ത്യയുടെ മിനറൽ ഹാർട്ട് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏത് പ്ലാറ്റ്യൂ ആണ്? ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. ഓക്കെ, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ് മിനറൽ ഹാർട്ട് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. A difference of 1 hour between the 2 meridians in degree. 2 meridians തമ്മിൽ 1 hourന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഉള്ള ഡിഗ്രി എന്താണ്? 15 ഡിഗ്രി. ഓക്കെ, 15 ഡിഗ്രി ഡിഫറൻസ്, 15 ഡിഗ്രി ഉള്ള 2 മെറീഡിയൻസ് തമ്മിലുള്ള 1 hour ഡിഫറൻസ് എന്താ? ഡിഫറൻസ് വരുന്നത് 15 ഡിഗ്രിയാണ്. ഓക്കെ, 1 hour ഡിഫറൻസ് ഡിഗ്രിയിൽ നോക്കുമ്പോൾ 15 ഡിഗ്രിയാണ് വരുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ ഹൗ മെനി സ്റ്റേറ്റ്സ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്? 8 സംസ്ഥാനങ്ങളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്തു പോകുന്നത്. Okay, soil that is derived from the weathering of the igneous and metamorphic rocks. Metamorphic rocks ഉം igneous rocks ഉം weathering സംഭവിച്ചിട്ട് അവിടെ നിന്നുണ്ടാവുന്ന സോയിലാണ് റെഡ് സോയിൽ. ഓക്കെ, മെറ്റാമോർഫിക് റോക്സിനും igneous റോക്സിനും weathering സംഭവിച്ച് അവിടെ നിന്നുണ്ടാവുന്നതാണ് റെഡ് സോയിൽ. ഓക്കെ,
What is the term used for a narrow area of water that connects two areas of water? ഒരു കടലിനെ അല്ലെങ്കിൽ സമുദ്രത്തിനെ അങ്ങനെയുള്ള വാട്ടർ ഏരിയാസിനെ അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെള്ളത്തിന്റെ തന്നെ ഒരു ചെറിയ ഏരിയ ഉണ്ടാവും. അതായത് ഇവിടെ വലിയൊരു സീയും ഇവിടെ വലിയൊരു ഓഷ്യനുമാണെങ്കിൽ ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരികയാണ്. ഇതുപോലെ അല്ല ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ രണ്ടെണ്ണത്തിനെ തമ്മിൽ ഇവിടെ സീയും ഇവിടെ ഓഷ്യനും ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു നാരോ ആയിട്ടുള്ള വാട്ടർ ഏരിയനെ നമ്മൾ എന്താ പറയുക? സ്ട്രെയിറ്റ് എന്നാണ് പറയുക. ഇതിന് പല പേരുകളുണ്ട്. ഓക്കെ, പല ഓഷ്യനെയും സീനെയും ഒക്കെ കണക്ട് ചെയ്യുന്നതിന് പല പേരുകളിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ 5 കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. How many natural satellites does the planet Venus have? വീനസിന് എത്ര നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീനസിന് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് പോലും ഇല്ല. ഓക്കെ, വീനസിന് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് പോലും ഇല്ല. എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്താണ്? മൂണാണ്. എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് മൂണാണ്. യൂറോപ്പ എന്ന് പറയുന്നത് ജുപ്പിറ്ററിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, യൂറോപ്പ എന്ന് പറയുന്നത് ജുപ്പിറ്ററിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് മൂണാണ്. വീനസിന് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് പോലും ഇല്ല. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ദ ടേം ബ്ലഡ് മൂൺ ഈസ് യൂസ്ഡ് ടു റെഫർ. ബ്ലഡ് മൂൺ എന്ന് നമ്മൾ പറയുന്നത് ലൂണാർ എക്ലിപ്സിനെയാണ്. ഓക്കെ, ലൂണാർ എക്ലിപ്സിൽ കാണപ്പെടുന്ന ആ ഒരു ലൂണാർ എക്ലിപ്സിനെ റെഫർ ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ പറയാനായിട്ടാണ് നമ്മൾ ബ്ലഡ് മൂൺ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഇൻ ദ ചൈന സീ? ചൈന സീയിൽ കാണപ്പെടുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസ് അവരുടെ പേരെന്താണ്? ടൈഫൂൺ എന്നാണ് പേര്. ഓക്കെ, ചൈന സീയിൽ കാണപ്പെടുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ പേരെന്താണ്? ടൈഫൂൺ. നെക്സ്റ്റ്, 49th parallel is the boundary line between which two countries? 49th parallel എന്ന് പറയുന്നത് ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബൗണ്ടറി ലൈനാണ്? USA ആൻഡ് കാനഡ. ഓക്കെ, അപ്പോൾ ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബൗണ്ടറി ലൈനാണ് 49th parallel എന്ന് പറയുന്നത്? USA ആൻഡ് കാനഡ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, which is the longest line of latitude on the globe? നമ്മുടെ ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഉണ്ട് അല്ലേ? അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈൻ ഏതാണ്? ഇക്വേറ്റർ ആണ്. ഓക്കെ, ഇക്വേറ്റർ ആണ് ലാറ്റിറ്റ്യൂഡ് ലൈൻസിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈന്. Earthquake that are produced due to the sliding of rocks along a fault plane are known as. അതായത് ഒരു ഫോൾട്ട് പ്ലെയിനിൽ റോക്സ് സ്ലൈഡ് ചെയ്യും. അങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എർത്ത് ഉണ്ടാവും അല്ലെ? ഫോൾട്ട് പ്ലെയിനിൽ റോക്സ് സ്ലൈഡ് ചെയ്യുമ്പോൾ എർത്ത് ഉണ്ടാവും. അങ്ങനത്തെ എർത്ത് നമ്മൾ എന്താ പറയുക? ടെക്ടോണിക് എർത്ത് എന്നാണ് പറയുക. ടെക്ടോണിക് എർത്ത് എന്നാണ് അത്തരത്തിലുള്ള എർത്ത് പറയുന്നത്. ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡ്രെയിനേജ് ബേസിൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രെയിനേജ് ബേസിൻ ഏതാണ്? ആമസോൺ ബേസിൻ ആണ്. ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രെയിനേജ് ബേസിൻ ആമസോൺ ബേസിൻ ആണ്. വിച്ച് ഈസ് ഡോർമെന്റ് വോൾക്കാനോ? ഡോർമെന്റ് വോൾക്കാനോ ഏതാണ്? മൗന കീ ഇൻ ഹവായ്. ഹവായിലുള്ള മൗന കീ ആണ് ഡോർമെന്റ് വോൾക്കാനോ. ബിഗ് ബാങ് തിയറി എന്തിനെ കുറിച്ചാണ്? യൂണിവേഴ്സിന്റെ ഒറിജിനെ കുറിച്ചാണ് അല്ലെ? ബിഗ് ബാങ് തിയറി യൂണിവേഴ്സിന്റെ ഉത്ഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ഒരു 5 കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. Which active volcano is known as the lighthouse of Mediterranean? മെഡിറ്ററേനിയന്റെ ലൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്നത് ഏത് ആക്റ്റീവ് വോൾക്കാനോ ആണ്? സ്ട്രോംബോളി വോൾക്കാനോ. അപ്പൊ സ്ട്രോംബോളി വോൾക്കാനോ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. അത് എന്താണ് അറിയപ്പെടുന്നത്? ലൈറ്റ് ഹൗസ് ഓഫ് മെഡിറ്ററേനിയൻ എന്നാണ് അറിയപ്പെടുന്നത്. നെയിം ദ സ്ട്രേറ്റ് ദാറ്റ് ഡിവൈഡ്സ് മൊറോക്കോ ആൻഡ് സ്പെയിൻ. മൊറോക്കോനെയും സ്പെയിനിനെയും ഡിവൈഡ് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാണ്? സ്ട്രേറ്റ് ഓഫ് ഗിബ്രാൾട്ടർ. ഓക്കെ, സ്ട്രേറ്റ് ഓഫ് ഗിബ്രാൾട്ടർ ആണ് മൊറോക്കോനെയും സ്പെയിനെയും ഡിവൈഡ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ എർത്ത്? എർത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ട് ഏതാണ്? ക്രസ്റ്റ് ആണ്. ഓക്കെ, എർത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ട് ക്രസ്റ്റ് ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ? ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന് നെയിം ചെയ്തിരിക്കുന്നത് എന്താണ്? റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് നെയിം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് നെയിം ചെയ്തിരിക്കുന്നത്.
The Karakoram Pass, the mountain pass which lies between India and China, is the close proximity to Kargil. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മൗണ്ടെയിൻ പാസ് ആണ് കാരക്കോറം പാസ് എന്ന് പറയുന്നത്. അത് എന്തിന് അടുത്തായിട്ടാണ് ഇരിക്കുന്നത്? കാർഗിൽ പ്രോക്സിമിറ്റിയിൽ. അത് ക്ലോസ് പ്രോക്സിമിറ്റി, കാർഗിലിനോട് അടുത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു 5 കാര്യങ്ങളാണ് നോക്കിയത്. അടുത്തത്, വിച്ച് കനാൽ കണക്ട്സ് ദ പസഫിക് ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ? പസഫിക് ഓഷ്യനെയും അറ്റ്ലാന്റിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്നത് ഏതാണ്? പനാമ കനാലാണ്. ഓക്കെ, പസഫിക് ഓഷ്യനെയും അറ്റ്ലാന്റിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്നത് പനാമ കനാലാണ്. വിച്ച് ഈസ് നോൺ ആസ് ദ ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ വേൾഡ്? ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. ഓക്കെ, ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. The canal that links the Mediterranean Sea and Red Sea. മെഡിറ്ററേനിയൻ സീനെയും റെഡ് സീനെയും ലിങ്ക് ചെയ്യുന്ന കനാൽ ഏതാണ്? സ്യൂയസ് കനാലാണ്. പസഫിക് ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനെയും ലിങ്ക് ചെയ്യുന്നത് പനാമ കനാലാണ്. മെഡിറ്ററേനിയൻ സീനെയും റെഡ് സീനെയും കണക്ട് ചെയ്യുന്നത് സ്യൂയസ് കനാലാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോയേ ഉള്ളൂ. അത് ഏതാണ്? ബാരൻ ഐലൻഡ് ആണ്. ഇന്ത്യയിലെ ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഏതാണ്? ബാരൻ ഐലൻഡ് ആണ്. ഇന്ത്യസ് ലാർജസ്റ്റ് സോൾട്ട് വാട്ടർ ലേക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ലേക്ക്, ഉപ്പ് വെള്ളമുള്ള നദി, അത് ഏതാണ്? മഹാനദി ഡെൽറ്റ ആണ്. ഓക്കെ, മഹാനദി ഡെൽറ്റയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ലേക്ക് ഉള്ളത്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഡാഷ് ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്? ഭൂമിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ഓക്കെ, ഭൂമിയുടെ ഏറ്റവും അടുത്തേക്ക് നിൽക്കുന്ന നക്ഷത്രം സൂര്യനാണ്. നെയിം ദ ഡാം ബിൽറ്റ് അക്രോസ് ദ റിവർ മഹാനദി. മഹാനദിയുടെ കുറുകെ നിർമ്മിച്ച ഡാം ഏതാണ്? ഹിരാക്കുഡ് ഡാം ആണ്. ഓക്കെ, ഹിരാക്കുഡ് ഡാം മഹാനദിയുടെ കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ്. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു ഇന്ദിര പോയിന്റ് ആണെന്ന്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? കിബിത്തു. അരുണാചൽ പ്രദേശിലുള്ള കിബിത്തു ആണ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. What is the range of the intensity scale used in measuring earthquake? Earthquake മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇന്റൻസിറ്റി സ്കെയിലിന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 to 12 ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ക്രോപ്പ് ഈസ് നോൺ ആസ് ദ ഗോൾഡൻ ഫൈബർ? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ജൂട്ടാണ്. ഓക്കെ, ജൂട്ടാണ് ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. കൾട്ടിവേഷൻ ഓഫ് ഗ്രേപ്സ് ഈസ് ഓൾസോ നോൺ ആസ്. ഗ്രേപ്സ് കൾട്ടിവേഷന് നമ്മൾ എന്ത് പറയും? വിറ്റികൾച്ചർ എന്ന് പറയും. ഓക്കെ, വിച്ച് സിറ്റി ഈസ് കോൾഡ് ദ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ്. വിച്ച് ഓർഗനൈസേഷൻ കൺസ്ട്രക്ട്സ് ദ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് റോഡ്സ് ആൻഡ് റോഡ്സ് ഇൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസ്? അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ്സ് അതുപോലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസിലുള്ള റോഡ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ്സും അതുപോലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസിലുള്ള റോഡ്സും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അടുത്തത്, where is the Great Barrier Reef located? ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണുള്ളത്? പസഫിക് ഓഷ്യനിലാണ് ഉള്ളത്. ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണുള്ളത്? പസഫിക് ഓഷ്യനിലാണ്. ബ്ലാക്ക് സോയിൽ ഈസ് ഫേവറബിൾ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ്. ബ്ലാക്ക് സോയിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത് കോട്ടൺ കൾട്ടിവേഷൻ ആണ്. ബ്ലാക്ക് സോയിലിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കോട്ടൺ ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അടുത്തത്, when was the ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സെറ്റപ്പ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എപ്പോഴാണ് നിലവിൽ വന്നത്? 1964. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് 1964 നിലവിൽ വന്നത്. ഓക്കെ, അടുത്തത്, വിച്ച് ഈസ് ദ ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക് പോർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക് പോർട്ട് ഏതാണ്? വിശാഖപട്ടണം പോർട്ടാണ്. ഇന്ത്യയിലെ ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക് പോർട്ട് വിശാഖപട്ടണം പോർട്ടാണ്. ദ ബക്രാനങ്കൽ ഡാം ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ സട്ലജ് റിവർ. ബക്രാനങ്കൽ ഡാം ഉള്ളത് സട്ലജ് റിവറിലാണ്. ഓക്കെ, വിച്ച് റിവർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ദ്വാന്തർ ഫാൾസ്? ദ്വാന്തർ ഫാൾസ് നർമ്മദ റിവറിലാണ്. ഓക്കെ, നർമ്മദ റിവറിലാണ് ദ്വാന്തർ ഫാൾസ്. വിച്ച് ഫേമസ് ലാൻഡ്മാർക്ക് ഈസ് പ്രസന്റ്
between ലേക്ക് ഒണ്ടാറിയോ ആൻഡ് ലേക്ക് എറി. ലേക്ക് ഒണ്ടാറിയോ ആൻഡ് ലേക്ക് എറി ഇവരുടെ ഇടയിൽ ഇവരുടെ ഇടയിലുള്ള ഫേമസ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ഏതാണ്? നയാഗ്ര ഫാൾസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ 100 ഷുവർ ഷോർട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒക്കെ ഷിഫ്റ്റിൽ ചോദിക്കാം. ചിലപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോരുത്തർക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഡേയ്സിൽ അതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും നമ്മൾ അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു.